പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ ദിവസത്തെ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് എന്തായാലും ഞങ്ങൾ രാവിലെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് വയല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു അതിഥി അദ്ദേഹത്തിൻ്റെ റൂമിനകത്ത്, അദ്ദേഹത്തിൻ്റെ ഷെഡിനകത്തൊരു അതിഥി ചുരുണ്ടിരുന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു രാവിലെ വിളിക്കുകയുണ്ടായി. എന്തായാലും നമ്മൾ അപ്പോൾ മറ്റൊരു കോളായിരുന്നു, ആ കോൾ നമുക്ക് കിട്ടിയില്ല, അത് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ കാണാനായി ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ വീട്ടിൻ്റെ മുന്നിലുള്ള റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് പോവാം നമ്മുടെ അതിഥി റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക്. വ്യത്യസ്തനാണോ അതേ കോമൺ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പ്രാവശ്യം കണ്ട അതിഥിയാണോ നോക്കാം. പോകുന്നു നമ്മൾ ആ സ്ഥലത്തേക്ക്. നമ്മളെ തിരികെ അങ്ങനെ നമ്മുടെ അതിഥി ഇരിക്കുന്ന വീട്ടിൽ ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് പോകാം, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. പോകാം നമുക്ക് അതിഥിയുടെ സ്ഥലത്തേക്ക്. നമ്മളെന്തായാലും നമ്മുടെ അതിഥി അവർ ഇതിനകത്ത് വെച്ച് സേഫായിട്ട് അടച്ചിട്ട് ഇവർ ആ നേരം തൊട്ട് ഇവിടെ ടോർച്ചുമായിട്ട് ഏകദേശം 11 മണിക്കാണ് നമ്മളെ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ 2-3 മണിക്കൂർ എടുത്തു. കാരണം നമ്മൾ ഇവരൊക്കെ വിളിക്കുമ്പോൾ വളരെ അകലത്തിലായിരുന്നു. എന്നാൽ നമ്മൾ സ്ഥലം എവിടെയാണെന്ന് നമ്മൾ അവരോട് പറഞ്ഞില്ല. അത് നമുക്ക് കിട്ടിയതുമില്ല. നമ്മൾ എന്തായാലും ഇവിടെ വന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ആദ്യത്തെ അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. കയറാം നമുക്ക് ഈ വീട്ടിനകത്തേക്ക്, ആ റൂമിനകത്തേക്ക് ഇരിക്കുന്ന ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും നമുക്ക് ഇവിടെ കാണാം അദ്ദേഹത്തെ. ആ കരിങ്കൽ വീട്ടിൻ്റെ മൂലയ്ക്ക് അങ്ങനെ പതുങ്ങിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ അതിഥിയെ. എന്തായാലും നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ വലിയ അതിഥിയൊന്നും നല്ലൊരു കുഞ്ഞൻ അതിഥി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ളത്, ഇദ്ദേഹത്തിന് ഇപ്പോൾ കടിക്കാനുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ആ സമയത്ത് ആരെങ്കിലും പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ അറിയാതെ കാലിൻ്റെ അനക്കത്തിലേക്ക് പെട്ടെന്ന് പിടിക്കാം. കാരണം എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഉപദ്രവങ്ങളുണ്ടായിട്ട്, കാരണം ഏതെങ്കിലും നായ്ക്കളുടെ അറ്റാക്കിങ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ കാട്ടുപൂച്ചയുള്ള സ്ഥലമാണ്, കാട്ടുപൂച്ചയുടെ അറ്റാക്കിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ കീരിയുടെ അറ്റാക്കിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ പാമ്പുകൾ തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടാവുക, എന്തോ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നമുക്ക് കാണാം, കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയുള്ള അതിഥികളാണ് എപ്പോഴും അപകടകാരികൾ. ഇദ്ദേഹത്തിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ അധികം പ്രായമൊന്നുമുള്ള അതിഥിയൊന്നുമല്ല. ഒരു 3 വയസ്സ്, കഷ്ടി 3 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ, പെൺമൂർഖൻ എന്നറിയപ്പെടുന്ന, സർപ്പം എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന, നല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന, കോബ്ര എന്ന സ്പെട്ടിക്കൽഡ് കോബ്ര എന്നറിയപ്പെടുന്ന, നാജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കളറിന് തല മുതൽ വാലറ്റം വരെ ഒരേ കളർ തന്നെയാണ്. ചില അതിഥികളുടെ, പെൺ അതിഥികളെ പിടികൂടുമ്പോൾ തലയുടെ പണത്തിൻ്റെ പകുതിക്ക് മുകളിലിട്ട് മഞ്ഞ കളർ കൂടുതലായിരിക്കും. ഇതൊന്നുമില്ല, ഒറ്റ കളർ തന്നെയാണ്. നമ്മൾ ഇദ്ദേഹത്തിനെ കടിക്കാൻ നോക്കാം. നമുക്ക് കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമേ ഇദ്ദേഹത്തിലുള്ളൂ. കടിക്കണമെന്നുള്ള ആ ടെൻഡൻസി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതുപോലെ ഞങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം ഞങ്ങൾ ചിലപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് അളവിൽ കൂടുതൽ ഒത്തിരി ഒരു മനുഷ്യനില്ലാത്ത അത്രയും ആൻറ്റിബോഡി ഉണ്ട് എൻ്റെ ശരീരത്തിലുണ്ട് എന്നാണ് ചില റിസർച്ച് ചെയ്യുന്ന നമ്മുടെ പാമ്പിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന, പാമ്പിൻ്റെ വനത്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന കുറേ ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ഒരിക്കലും എന്നെ അനുകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അനുകരിച്ച് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനോ നമ്മുടെ ടീമോ ഒന്നും അതിന് ഉത്തരവാദികളായിരിക്കില്ല. അതുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കടി. സാധാരണ മൂർഖൻ പാമ്പ് ഇങ്ങനെ എത്തി പെട്ടെന്ന് കടിക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിന് കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അധികം
3 വയസ്സിന് മേളിൽ പ്രായം ഉണ്ടെങ്കിലും ഏകദേശം 1 മീറ്ററിൽ കൂടുതൽ നീളം മാത്രമേ, ഏകദേശം 3.5 അടിയോളം മാത്രമേ, 1 മീറ്റർ 3.25 അടിയാണ്, 3 അടിയോളം മാത്രമേ നീളമുള്ളൂ. ഷാർപ്പായിട്ടുള്ള വാലാണ്. വാലിൻ്റെ കെട്ട് നോക്കിയിട്ടും തലയുടെ പിന്നിലുള്ള മാർക്ക് നോക്കിയിട്ടുമാണ് ഞാനൊക്കെ ആണും പെണ്ണും, പാമ്പുകളുടെ ആണും പെണ്ണും നിർണ്ണയിക്കുന്നത്, പ്രായം നിർണ്ണയിക്കുന്നതൊക്കെ. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, തോട്ടയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഈ സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് മറ്റൊരു ഓർമ്മ വരുന്നത് ഒരു 1.5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ഓർമ്മയാണ്. കാരണം 1.5 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പാമ്പിനെ പിടിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രേം സലീം എന്നായിരുന്നു. അദ്ദേഹം പാമ്പ് കടിയിട്ട് മരണപ്പെട്ടത് ഇതിനടുത്താണ്. എന്തായാലും ആ സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവിടുന്ന് നമ്മൾ ഈ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂറിലേറെ. ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കോളിൽ, വളരെ ദൂരത്തിന് മറ്റൊരു കോളിലായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ എത്തി, സ്ഥലത്തെത്തി. ഇവിടെ വിറവ് വരയ്ക്കകത്തൊരു ഷെഡിനകത്ത് വിറവിന് അടിയിൽ ഒരു അതിഥി പൂച്ചക്കുഞ്ഞിനെയും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞിനെയും കൊന്നിട്ട് റെസ്റ്റ് എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരിക്കൽ പറഞ്ഞതെന്ന് വെച്ചാൽ പൂച്ച വട്ടമിട്ട് കിടക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലൊരു കഥയുള്ളത്, കീരി പാമ്പിൻ്റെ ദേഹത്തിൽ ചാടിപ്പോയാൽ കീരി സഞ്ചരിക്കില്ല, പൂച്ച മറികടന്നാൽ കീരി സഞ്ചരിക്കില്ല, കീരി മൂത്രം ഒഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പാമ്പ് സഞ്ചരിക്കില്ല എന്നൊക്കെ ഒരുപാട് കെട്ടുകഥകൾ നമ്മുടെ കേരളത്തിൽ തിങ്ങി നിൽക്കുന്ന ഒരു കാലമാണ്. എന്തായാലും അതെല്ലാം മാറട്ടെ. അങ്ങനെയൊന്നും യാതൊരു പാമ്പും കീരിയും പൂച്ചയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. എന്നാലും നമുക്ക് പോകാം. ഈ വീട്ടിൻ്റെ പിന്നിൽ നമ്മളെ തേടിയിരിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അക്ഷമനായി കാത്തിരിക്കുന്ന, ഒത്തിരി സമയമായി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ വന്നപ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്നത്, നമ്മൾ വന്നതും അത് ആ പിടി പൂച്ചയുടെ തല പിടിച്ച് വായിക്കാതെ വെച്ചിരിക്കുന്നത്, ആ പിടി വിട്ടിട്ട് പാമ്പ് ഇങ്ങോട്ട് വലിഞ്ഞു നല്ല ഒളിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമുക്ക് ഒരുപാട് കോള് വെയിറ്റിങ്ങുള്ള ദിവസമാണ്. ഇത് നമുക്ക് 8ൻ്റെ പണിയാണെന്നാണ് തോന്നുന്നത്. നമ്മൾ സമയങ്ങളിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള പണി നമുക്ക് ആരംഭിക്കാം. ഈ കട്ടിൽ ആദ്യം തൂക്കി വെളിയിൽ മാറ്റണം. അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഈ 2 ലോഡ് വിറവും ചുവന്ന് പുറത്തേക്ക് ഇറക്കേണ്ടി വരും എന്നുള്ള. ഇദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഈ 2 പൂച്ചക്കുഞ്ഞുണ്ടല്ലോ, ഒന്നിനെ കൊന്നതിന് ശേഷം അതിൻ്റെ തല വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. സ്വന്തം പൂച്ചക്കുഞ്ഞ് ആ കുഞ്ഞിനെ കൊന്ന് വിഴുങ്ങുന്ന കണ്ട് തള്ളപ്പൂച്ച നമ്മൾ വന്ന് കയറിയതിൻ്റെ തലയിൽ ഒന്നൊരു അടി അടിച്ചു വന്നു പാമ്പിൻ്റെ. പാമ്പ് പെട്ടെന്ന് ആ പിടി വിട്ടിട്ട് മാളത്തിൽ ഒളിച്ചു എന്നാണ്, ഈ തൊണ്ടിയിടയ്ക്കിട്ട് ഒളിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നമ്മുടെ അമ്മമാരിന്ന് പെൺമക്കളെ ആമക്കളെയൊക്കെ തല്ലിക്കൊല്ലുന്നൊരു കാലം. ഒരു കുട്ടിയെ കഴിഞ്ഞ ആഴ്ചയിൽ കൊന്ന ഒരു കഥ എറണാകുളത്ത്. പ്രസവിച്ച അമ്മ തന്നെ കുഞ്ഞിനെ കൊന്നൊരു കാലം. ഒന്ന് ആ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യനുള്ള കാലഘട്ടത്തിലാണ് ഒരു പൂച്ചക്കുഞ്ഞിനെ കൊന്ന പാമ്പിനെ തള്ളപ്പൂച്ച ഒന്ന് അടിക്കുന്നത് ഇവർക്ക് കാണാൻ, നമുക്കാണെങ്കിൽ ഈ വീട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം ഇതിനകത്ത് അതിഥി ഉണ്ടോ എന്ന്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ സാധാരണ പൂച്ചയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കൊണ്ട് തിളക്കം ഉണ്ടാവും.
ഈ പൂച്ചക്കുഞ്ഞ് ആ തള്ളപ്പൂച്ചയുടെ കണ്ണിലേക്ക് നോക്കിയ ഒരു ദയനീയത, അതായത് ഒരു മകളെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മകനെ നഷ്ടപ്പെട്ടൊരു നമുക്ക് കാണാം അത് അതിൻ്റെ ആ വിഷമവും ആ ഒരു നോട്ടഭാവങ്ങളൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അമ്മമാർ ഇന്നത്തെ നമ്മുടെ ചില അമ്മമാർ കൊച്ചുമക്കളെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊന്ന് തോട്ടിൽ തള്ളുന്ന കുഴിച്ചു മൂടുന്ന അമ്മമാരുള്ള കാലത്ത് ഈ പൂച്ചയുടെ മനസ്സ് നമ്മൾ മനുഷ്യൻ കണ്ട് പഠിക്കേണ്ടതാണ്. കാരണം കുഞ്ഞിനെ പാമ്പ് കൊന്ന് ഭക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പൂച്ചയെ വിഴുങ്ങിയിരിക്കുന്ന പാമ്പിൻ്റെ തലയിലൊന്ന് കൈ കൊണ്ട് അടിച്ച് അത് കുഞ്ഞ് മരിച്ചില്ല എന്നായിരുന്നു അതിൻ്റെ ചിന്താഗതി. പക്ഷേ കുഞ്ഞ് മരണപ്പെട്ടു. ഇത് ഏകദേശം 4 വയസ്സോളം മാത്രം പ്രായമുള്ള 5 വയസ്സോളം പ്രായമുള്ളൊരു ഫീമെയിൽ മുറുക്കൻ പാമ്പ് ഫീമെയിൽ കോബ്രയാണ്. ശരീരം നല്ല ടയേർഡാണ്. കാരണം അദ്ദേഹം നിങ്ങൾക്കറിയാം, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം മുറുക്കൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമാണ്. മുട്ട വിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ മാളത്തിൽ നിന്ന് പോയതിനു ശേഷം ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങിയ ഏകദേശം 5 വയസ്സോളം പ്രായം വരുന്ന 5 അടിയോളം നീളമുള്ള 4.25 അടിയിലേറെ നീളമുള്ള ഒരു മുറുക്കൻ പാമ്പ് സ്പെക്ടിക്കിൾഡ് കോബ്രയാണ്. ഇത്രയും ചെറിയ മുറുക്കനാണെങ്കിലും ഇത്രയും വലിയ പൂച്ചക്കുഞ്ഞിൻ്റെ ഇത്രയും വലിയ തല വിഴുങ്ങി ഇറക്കാൻ അദ്ദേഹത്തിന് കഴിയും. കുറേ കഴിഞ്ഞുവെങ്കിൽ ഈ പൂച്ചക്കുഞ്ഞിനെ അത് ഭക്ഷിച്ചേനെ. പക്ഷേ ഒരു തള്ളപ്പൂച്ച അതിനെ പേടിപ്പിച്ചതുകൊണ്ട് കഴിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കാം ഇതിന് അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത്. എന്തായാലും ഇത് നോക്കുക, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന അതിഥി. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുള്ള ഇദ്ദേഹത്തിൻ്റെ കളർ നമുക്ക് കാണാം. ഞാൻ നേരത്തെ നമ്മളൊരു അതിഥിയെ പരിചയപ്പെടുത്തിയിരുന്നു, അപ്പോഴും അതിൻ്റെ കളർ ഞാൻ പറഞ്ഞിരുന്നു. ഇതിനും കണ്ണിൻ്റെ പുറകിലും കഴുത്തിൻ്റെ പുറകിലുമായിട്ട് ഒരു മഞ്ഞ ഷെയ്ഡ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ശരീരം ടയേർഡായതുകൊണ്ട് ഇപ്പോൾ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എന്തായാലും ഈ സ്പെക്ടിക്കിൾഡ് കോബ്ര, ഈ മുറുക്കൻ പാമ്പിനെ മുറുക്കനെ ഫീമെയിൽ കോബ്രയെ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനില്ല. നല്ലതായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ ബോട്ടിലാക്കിയതിന് ശേഷം വരുന്ന അഡ്രസ്സ് എഴുതി വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് വ്യത്യസ്തനായ മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ അടുത്ത അതിഥി എന്ന് പറഞ്ഞാൽ, അടുത്ത അതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് പെരപ്പംകോടേക്ക് വന്ന വഴിക്ക് പെരപ്പംകോട് കഴിഞ്ഞിട്ട് തെന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു അതിഥിയെ വെള്ളം നമുക്ക് വേനൽ കൂടിയപ്പോൾ ഇവിടെ കുടിക്കാൻ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഇവർ പറമ്പിൽ തന്നെ ഒരു കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് ഒരു അതിഥി കിടക്കുന്നത് നമ്മൾ ഇവിടുന്ന് ലേഡീസ് പെണ്ണുങ്ങൾ വിളിക്കുകയുണ്ട്, ഇവിടുത്തെ സൗകര്യമാർ വിളിക്കുകയുണ്ട്. എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്തായാലും ആ സ്ഥലത്ത് നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലത്തിനടുത്താണ് നിൽക്കുന്നത്. നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലം. നമുക്ക് നോക്കാം ആ അതിഥി ആരാണ്, വ്യത്യസ്തനാണോ അതോ കോമൺ ആണോ, നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും കണ്ട് പരിചയപ്പെട്ട അതിഥിയാണോ നോക്കാം. പോകുന്നു നമ്മൾ ടീം ആ സ്ഥലത്തേക്ക്. എന്തായാലും നമ്മുടെ ഈ തെന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ അതിഥി നമ്മൾ കണ്ടു. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മൂർഖനും ഒന്നിൽ കൂടുതൽ തലകളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നീർക്കോലിയുടെ തള്ള നീർക്കോലിയെ കാണാൻ പറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് ചെറിയ കുഞ്ഞു നീർക്കോലിയുടെ തലകൾ പൊന്തി വരുന്നുണ്ട്. എന്തായാലും നമ്മൾ നീർക്കോലിയെ രക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം നീർക്കോലി എന്ന് പറയുമ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കുന്ന സാധനമാണ്. ഇവിടെ മഴ പെയ്യുമ്പോൾ തറമൊട്ടം വെള്ളം കയറുന്ന സ്ഥലമാണ്, ഒത്തിരി വെള്ളം കയറുന്ന സ്ഥലം. അപ്പോൾ ആ നീർക്കോലി വെള്ളം കയറുമ്പോൾ അങ്ങ് രക്ഷപ്പെട്ട് പൊക്കോളും. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു അതിഥി, ഒരു മൂർഖൻ എന്ന് പറഞ്ഞാൽ പെൺമൂർഖൻ. ഏകദേശം അദ്ദേഹത്തിനൊരു 6 വയസ്സിൽ താഴെ മാത്രമേ പ്രായം വരെയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൊത്തം നീളം നമുക്ക് കാണാൻ കഴിയും. എന്നാലും തലയുടെ മുകളിലുള്ള ആ മാർക്കുകൾ നോക്കിയിട്ട് 6 വയസ്സ് വരാൻ സാധ്യതയുണ്ട്. 6 വയസ്സുണ്ട്. എന്തായാലും നമ്മൾ ആ അതിഥിയെ ഒരു കമ്പിൽ കൊണുവെച്ച് കെട്ടി അല്ലെങ്കിൽ കെണി വെച്ച് കെട്ടി നമ്മൾ അതിഥിയെ കരക്കെടുക്കാൻ ശ്രമിക്കുന്നു. സമയം കളയുന്നില്ല. നമുക്ക് ഒരുപാട് കോൾ, ഇന്ന് ഒട്ടനവധി കോളുകൾ നമുക്ക് വെയിറ്റിങ്ങിലുണ്ട്.
നമ്മൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമുള്ളത് ഇദ്ദേഹത്തിന് കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമല്ല. കാരണം ഇത് അമ്മയാണ്, 6 വയസ്സ് പ്രായമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കാം, നമ്മൾ പ്രേക്ഷകർ ഇതിന് മുന്നേ അതുകളെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വയറ് ഒട്ടിയിരിക്കുകയാണ്. കാരണം മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയ അതിഥിയാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന് ചട്ട പൊഴിക്കാറായിട്ടുണ്ട്. ചട്ട പൊഴിക്കാറായത് മാത്രമല്ല 2 ദിവസം ആ ചട്ടം പൊഴിക്കേണ്ടതാണ്. അതുമാത്രമല്ല ഇദ്ദേഹം നല്ല ടയേർഡുമാണ്. ഇപ്പോൾ കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഏകദേശം 5 അടിയോളം നീളമുണ്ട് ഇദ്ദേഹത്തിന്. നമുക്ക് സാധാരണ നമ്മൾ പിടിക്കുന്ന അതിഥികളുടെയൊക്കെ വയറ്റിൻ്റെ അടിയിൽ താഴ്ന്ന വെള്ള കളറാണ്. ഇത് നോക്കൂ, ഇത് മേളിൽ തൊലിയിലുള്ള അതേ കളർ തന്നെയാണ് വയറ്റിൻ്റെ അടിയിലും ഈ താഴെ ഭാഗത്തൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ മുറുകൻ പാമ്പുകളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഓരോ സ്ഥലത്ത് ഓരോ തൊലിയുടെ കളർ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരു മരത്തിൻ്റെ ചെടിയുടെ ആ തൊലിയുടെ കളർ ഇവരുടെ ശരീരം കാണുന്നതുകൊണ്ട് പില്ലാനി മുറുക്കൻ തന്നെ വിളിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് ഇവയെ അറിയപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോൾ കടിക്കണമെന്നുള്ള ടെൻഡൻസിയുള്ള അതിഥിയാണ്. കാരണം നല്ല ടയേർഡാണ്. അത് മുട്ടയിട്ട് ടയേർഡായ പാമ്പാണ്. അതുമാത്രം ചട്ട പൊഴിക്കാറായി സ്കിൻ ഷെഡ് ചെയ്യാറായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉറ പൊഴിക്കാറായിരിക്കുന്നതുകൊണ്ട് ശരീരം നല്ല പെയിൻ ഉണ്ടാവും. എന്നാൽ നമ്മൾ സമയങ്ങളിൽ നമ്മുടെ ഈ 6 വയസ്സിനടുത്ത് പ്രായമുള്ള ഈ അമ്മ മൂർഖനെ, സർപ്പത്തെ, നാഗത്തെ, അല്ലെങ്കിൽ നല്ലാത്താൻ പാമ്പിനെ, അല്ലെങ്കിൽ കോബ്രയെ, സ്പെക്ടിക്കൽഡ് കോബ്രയെ നമ്മളിവിടെ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അടച്ചതിന് ശേഷം ഇനി നമുക്ക് സ്നേക്ക് മാസ്റ്റർ ടീമിൽ നിന്ന് ഇന്ന് ചെന്നെത്താൻ കഴിയാത്ത അത്രയും കോളുകൾ ഇന്ന് എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും മൊബൈൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് ഇദ്ദേഹത്തിനെക്കുറിച്ച് പെട്ടെന്ന് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഒത്തിരി എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് ഇദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ബോട്ടിൽ വാങ്ങിയതിന് ശേഷം ഈ അതിഥിയെ നമ്മൾ ബോട്ടിലിൽ അടയ്ക്കുന്നു. അതുമാത്രമല്ല തലയുടെ പിന്നിൽ മറ്റ് അതിഥികളെ അപേക്ഷിച്ച് തലയുടെ പിന്നിൽ കുറച്ച് മഞ്ഞ ഷെയ്ഡ് കൂടുതലുള്ളൊരു അതിഥിയാണ് ഇദ്ദേഹം. ബാക്കി ശരീരത്തൊക്കെ ഒരു കളർ. സാധാരണ മുറുക്കൻ പാമ്പുകൾക്ക് ഇത് അപൂർവങ്ങളിൽ അപൂർവം, വളരെ റെയറായിട്ട് മാത്രമല്ല, നമ്മൾ പരിചയപ്പെടുത്തിയ അതിഥികളിൽ വളരെ കുറച്ച് അതിഥികൾക്ക് മാത്രമേ ഈ തലയുടെ പിന്നിൽ ആ മഞ്ഞ കളർ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒറ്റ കളർ, മറ്റേ തല മുതൽ വാലറ്റം വരെ ഒരേ കളറാണ്. പക്ഷേ ഇത് തലയുടെ മാത്രം ഒരു മഞ്ഞ കളർ എന്ന് പറയുന്നത്, ബാക്കിയുള്ളതൊക്കെ ഒരു ബ്രൗണിഷാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിഥിയെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കിയതിന് ശേഷം ഇവരുടെ യാത്ര പറഞ്ഞ് മറ്റൊരു അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത കോളിലേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം യാത്രയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.